السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. آمين يا رب العالمين. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കലാമായ വിശുദ്ധ ഖുർആനിന്റെ തഫ്സീറിൽ സൂറത്തു ഖാഫ് ആണ് നാം വായിച്ചുകൊണ്ടിരിക്കുന്നത്. നാം വായിക്കുന്ന കിതാബ് തഫ്സീറുൽ വാളിഹ് അലാ നഹ്ജി സലഫി സ്വാലിഹ് എന്ന മുഹമ്മദ് നസീബ് അൽ-റിഫാഇ റഹിമഹുല്ലാഹ് എഴുതിയിട്ടുള്ള തഫ്സീറാണ്. സൂറത്തു ഖാഫിലെ 11ഓളം ആയത്തുകളാണ് കഴിഞ്ഞ ദർസുകളിലായി നാം വായിച്ചത്. അതിൽ പറഞ്ഞിരുന്ന വിഷയം, അല്ലാഹു സുബ്ഹാനഹു വ തആല കാഫിരീങ്ങളോട് അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും അവന്റെ കിതാബിനെയും എല്ലാം നിഷേധിച്ചിരുന്ന ആളുകളോട് അവർക്കെതിരെയുള്ള ഹുജ്ജത്ത് സ്ഥാപിക്കുകയായിരുന്നു. അഥവാ അല്ലാഹുവിൽ വിശ്വസിക്കാനുള്ള കാരണങ്ങൾ അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. അതിൽ സൃഷ്ടിപ്പിന്റെ കാര്യം പറഞ്ഞു, അതുപോലെ തന്നെ പുനരുദ്ധാനത്തെ ചെറിയ രീതിയിൽ പരാമർശിച്ചു, അതുപോലെ ആകാശഭൂമികളെ സൃഷ്ടിപ്പുകൾ, അതുപോലെയുള്ള ഓരോ കാര്യങ്ങളും എടുത്തു പറഞ്ഞു. അതിനുശേഷം 12ാമത്തെ ആയത്ത് മുതൽ, ഇന്ന് നമ്മൾ വായിക്കുന്ന ആയത്ത് മുതൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന വിഷയം, മുൻ കഴിഞ്ഞുപോയ സമൂഹങ്ങൾ അഥവാ റസൂലുകളെ നിയോഗിക്കുക എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ സമൂഹത്തിലേക്കും അയച്ചിട്ടുണ്ട്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ റസൂലാണ്. അപ്പൊ അതിനു മുമ്പുള്ള ആളുകൾക്ക് റസൂലുകളെ നിയോഗിച്ചപ്പോൾ ആ റസൂലുകൾ നിയോഗിക്കപ്പെട്ട ഉമ്മത്ത് ആ റസൂലുകളെ കളവാക്കിയതിന്, നിഷേധിച്ചതിന് ചില ഓർമ്മപ്പെടുത്തലുകൾ കൂടി പറയുകയാണ്. അഥവാ ഇത്രയും ഹക്ക് പറഞ്ഞിട്ടും യാഥാർത്ഥ്യം പറഞ്ഞിട്ടും അള്ളാഹുവിൽ വിശ്വസിക്കാനുള്ള ഇത്രയും അധികം കാരണങ്ങൾ ഉണ്ടായിട്ടും നിഷേധിച്ച ആളുകൾ മുൻപ് കഴിഞ്ഞു പോയിട്ടുണ്ട് എന്ന നിലക്ക് പറയുകയാണ്. ഇത് കുഫാറുകൾക്കുള്ള താക്കീതുമാണ്, അതേസമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സമാധാനമേകുന്ന വാക്കുകളുമാണ്. ആ ആയത്തുകൾ നമുക്ക് നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. 12ാമത്തെ ആയത്ത് അതിന്റെ തഫ്സീറോടുകൂടി നമുക്ക് വായിക്കാം. കസ്സബത് ഖബ്ലഹും ഖൗമു നൂഹിൻ. കസ്സബത് കളവാക്കി, ഖബ്ലഹും അവരുടെ മുമ്പ് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിഷേധിക്കുന്ന കുഫാറുകൾ, അവരുടെ മുമ്പുള്ള ആളുകൾ. ഖൗമു നൂഹിൻ, നൂഹ് നബി അലൈഹിസ്സലാമിന്റെ സമൂഹം കളവാക്കിയിട്ടുണ്ട് ഇവരുടെ മുമ്പ്, അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കളവാക്കുന്ന ആളുകളുടെ മുമ്പ്. എന്താണ് ഉദ്ദേശിച്ചത്? ഇൻ കാനത് ഖുറൈശുൻ കസ്സബത്ക ഫഖദ് കസ്സബത് അംബിയാഅഹും ഉമമുൻ ഖബ്ല ഖുറൈശിൻ കഖൗമി നൂഹിൻ. അതിന്റെ ആശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇൻ കാനത് ഖുറൈശുൻ കസ്സബത്ക, ഖുറൈശികൾ നിന്നെ കളവാക്കിയിട്ടുണ്ട് എങ്കിൽ, അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാൻ, ഫഖദ് കസ്സബത് അംബിയാഅഹും ഉമമുൻ ഖബ്ല ഖുറൈശിൻ, ഈ നബിമാരെ, പല നബിമാരെയും അവരുടെ ഉമ്മത്തുകൾ, അവരുടെ സമൂഹം ഈ ഖുറൈശികൾക്ക് മുമ്പ് കളവാക്കിയിട്ടുണ്ട്. ഏതുപോലെ? കഖൗമി നൂഹിൻ, നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ഖൗമ് പോലെ. വഅസ്ഹാബുർ റസ്സി, റസ്സിന്റെ ആളുകൾ, വഹിയ, ആ റസ് എന്ന് പറഞ്ഞാൽ ബിറുൻ ബിനജ്ദ്, നജ്ദിലുണ്ടായിരുന്ന ഒരു കിണറാണ്. കാനു യുഖീമൂന അലൈഹ, അവർ അതിനു ചുറ്റുമാണ് താമസമുണ്ടായിരുന്നത്. വസമൂദു, സമൂദ് ഗോത്രവും, ഐ ഖൗമു സാലിഹ്, സാലിഹ് നബി അലൈഹി ഇസ്ലാമിന്റെ സമൂഹമാണ്. അപ്പൊ ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയിക്കുന്ന കാര്യം, നിന്നെ അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഈ ഖൗമ് അഥവാ അന്ന് ഖുറൈശികൾ കളവാക്കുന്നുണ്ട് എങ്കിൽ, ഇതുപോലെ മുൻപുള്ള പല റസൂലുകളെയും അവരുടെ സമൂഹം കളവാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യം പറയുകയാണ്. അതിൽ ഈ ആയത്തിൽ 3 കൂട്ടരെ പറ്റിയാണ് പറഞ്ഞത്. ഒന്ന് ഖൗമു നൂഹ്, നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ സമൂഹം. 2 അസ്ഹാബുർ റസ്, റസ്സിന്റെ ആളുകൾ.
3 സമൂദ്, സ്വാലിഹ് നബി അലൈഹി ഇസ്ലാം നിയോഗിക്കപ്പെട്ട സമൂദ് വിഭാഗം ഗോത്രം, ഈ 3 ആളുകളെ പറ്റി. ഇവരെ പറ്റി ചെറിയ രീതിയിൽ നാം ഒന്ന് സൂചിപ്പിക്കാം, നാം അറിഞ്ഞിരിക്കേണ്ടതാണ് എന്നുള്ളതുകൊണ്ട്. ഒന്നാമത്തേത് ഖൗമു നൂഹിൻ. നമ്മൾ മുമ്പ് ചില ദർസുകളിൽ സൂചിപ്പിക്കേണ്ടായി, നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ സമൂഹം. നൂഹ് നബി അലൈഹി ഇസ്ലാം ആദ്യത്തെ റസൂലാണ്. ഭൂമിയിൽ ഷിർക്ക് തുടങ്ങിയപ്പോൾ, ഷിർക്ക് സംഭവിച്ചപ്പോൾ അള്ളാഹുവിലേക്ക് അടുക്കാൻ ഇടനിലക്കാർ എന്ന നിലക്ക് മരണപ്പെട്ടു പോയ സ്വാലിഹീങ്ങളെ വിളിച്ചു തേടിയപ്പോൾ, മനുഷ്യർ വിളിച്ചു തേടിയപ്പോൾ അള്ളാഹു തആല ആദ്യത്തെ റസൂലിനെ തൗഹീദിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി നിയോഗിച്ചു. അതാണ് നൂഹ് നബി അലൈഹി ഇസ്ലാം. അപ്പൊ നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ സമൂഹം എന്ന് പറഞ്ഞാൽ അക്കൂട്ടനാണ്, ആ സമൂഹമാണ്. അവർ ആരാധിച്ചിരുന്ന ഇലാഹുകളെ ഒഴിവാക്കാൻ തയ്യാറായില്ല എന്ന് മാത്രമല്ല, നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ മേലെ സാഹിറാണ് എന്നും അതുപോലെ തന്നെ മറ്റു പല ആരോപണങ്ങൾ ഉന്നയിക്കുകയും നൂഹ് നബി അലൈഹി ഇസ്ലാമിന് ഒരുപാട് ബുദ്ധിമുട്ടിക്കുകയെല്ലാം ചെയ്തു. അങ്ങനെ ഒരുപാട് വർഷക്കാലം, ഒരു നീണ്ട വർഷക്കാലം, 1000ഓളം വർഷം നൂഹ് നബി അലൈഹി ഇസ്ലാം ദഅവത്തിന് മാത്രമായിട്ട് അവരെ തൗഹീദിലേക്ക് ക്ഷണിച്ചുകൊണ്ടേയിരുന്നു. അവർ സ്വീകരിക്കാൻ തയ്യാറായില്ല. അവസാനം അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയൊരു തൂഫാനിലൂടെ അഥവാ വെള്ളപ്പൊക്കത്തിലൂടെ ആ സമൂഹത്തെ, അഥവാ ഭൂമിയിലുണ്ടായിരുന്ന അന്നുണ്ടായിരുന്ന മനുഷ്യരെ എല്ലാവരെയും, വിശ്വസിച്ച ആളുകൾ ഒഴികെയുള്ള എല്ലാ കാഫിരീങ്ങളെയും ആ വെള്ളപ്പൊക്കത്തിൽ നശിപ്പിക്കുകയുണ്ടായി. അതിൽ നൂഹ് നബി അലൈഹി ഇസ്ലാമിനെയും മുഅ്മിനീങ്ങളെയും മാത്രമാണ് രക്ഷിച്ചിട്ടുള്ളത്. അതാണ് നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം. അപ്പോ നൂഹ് നബി അലൈഹി ഇസ്ലാമിന് എന്തുണ്ടായിട്ടുണ്ട്? ആ കൂട്ടർ കളവാക്കിയിട്ടുണ്ട്. രണ്ടാമത് ഈ ആയത്തിൽ പറഞ്ഞത് അസ്ഹാബുർ റസ്സാണ്. അസ്ഹാബുർ റസ് ആരാണ്? ഈ റസ്സിന്റെ ആളുകൾ എന്നുള്ളതിൽ മുഫസ്സിരീങ്ങൾ ധാരാളം അഭിപ്രായപ്പെട്ടത് കാണാം, ചരിത്രത്തിന്റെ അടിസ്ഥാനത്തിലുമെല്ലാം. അതിൽ ചുരുങ്ങിയ രീതിയിൽ അതിന്റെ ആശയം എന്താണെന്ന് വെച്ചാൽ, റസ് എന്നുള്ളത് ഒരു ബിറിന്റെ, ഒരു കിണറിന്റെ പേരാണ്. നജിദിലുണ്ടായിരുന്ന ഒരു പ്രദേശമായിരുന്നു, അവിടെ ഉണ്ടായിരുന്ന കിണറിന്റെ പേരാണ് റസ്. അതിനു ചുറ്റും താമസിക്കുന്ന ആളുകളെയാണ് എന്ത് പറഞ്ഞിരുന്നത്? അസ്ഹാബുർ റസ് എന്ന് പറഞ്ഞിരുന്നത്. അവരിലേക്കും അല്ലാഹു തആല റസൂലിനെ നിയോഗിച്ചിട്ടുണ്ട്. ആ റസൂൽ ആരാണെന്നോ എന്താണെന്നോ പേരോ കൂടുതൽ ചരിത്രങ്ങളോ ഒന്നും നമുക്ക് ലഭ്യമല്ല. അവർ ചെയ്തിരുന്ന കാര്യം അല്ല, അവർ ആ റസൂലെ കളവാക്കി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അവർ ചെയ്തു, ആ റസൂലിനോട് ചെയ്ത കാര്യം എന്താണ് എന്നുള്ളതിൽ പറയുന്നത്, അവർ ആ റസൂലിനെ വധിക്കുകയും ആ റസൂലിനെ വധിച്ചതിന് ശേഷം ഈ കിണറ്റിലിടുകയും ചെയ്തു. ഈ റസ് എന്ന് പേരുള്ള ഈ കിണറ്റിലിടുകയും ചെയ്തു എന്നുള്ളതാണ് ചരിത്രത്തിൽ കാണുന്നത്. അതിലൂടെ അല്ലാഹു തആലയുടെ ശിക്ഷയ്ക്ക് അവർ വിധേയമാവുകയും അല്ലാഹു തആല അവരെ ശിക്ഷിക്കുകയും ചെയ്തു. അതാണ് അസ്ഹാബുർ റസ് എന്ന് പറയുന്നത്. കൂടുതൽ അതിനെപ്പറ്റി വ്യക്തമായ കൃത്യമായിട്ടുള്ള ചരിത്രങ്ങളൊന്നും ലഭ്യമല്ല. മൂന്നാമത്തെ കൂട്ടർ ഖൗമു സമൂദ്. സമൂദ് ഗോത്രത്തിലെ ആളുകളാണ്. അത് ചരിത്രത്തിൽ ഖുർആനിൽ തന്നെ ധാരാളം സന്ദർഭങ്ങളിൽ, സൂറത്ത് ഹൂദിലാവട്ടെ മറ്റു പല സന്ദർഭങ്ങളിലും പരാമർശിച്ചിട്ടുള്ള, ഹദീസുകളിലുമെല്ലാം വന്നിട്ടുള്ള, ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ള, അറബികൾക്കിടയിൽ അറിയപ്പെട്ടിരുന്ന ചരിത്രമാണ് സമൂദ് ഗോത്രത്തിന്റെയും ആദ് ഗോത്രത്തിന്റെയും എല്ലാം. അവരിലേക്ക് നിയോഗിക്കപ്പെട്ട നബിയാണ് സ്വാലിഹ് നബി അലൈഹിസ്സലാം. സ്വാലിഹ് നബി അലൈഹി സ്വലാം അവരുടെ ചരിത്രം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അവർ സ്വാലിഹ് നബി അലൈഹി സ്വലാമിനെ നുബുവത്ത് അംഗീകരിക്കാൻ അവർ മുഅ്ജിസത്ത് ചോദിച്ചു. അവരെന്താണ് ചോദിച്ചതെന്ന് വെച്ചാൽ, ഒരു പാറക്കല്ലിൽ നിന്ന് ഒരു ഒട്ടകത്തെ കൊണ്ടുവരണമെന്ന് പറഞ്ഞു. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വാലിഹ് നബി അലൈഹി സ്വലാമിന് ലൂടെ ആ മുഅ്ജിസത്ത് കാണിച്ചു. ഒരു പാറക്കല്ലിൽ പൊട്ടി തകർന്ന് അതിൽ നിന്ന് ഒരൊട്ടകം വരികയുണ്ടായി. അങ്ങനെ ആ ആളുകളോട് സ്വാലിഹ് നബി അലൈഹി സ്വലാം കൽപ്പിച്ചു, അതിനെ ഉപദ്രവിക്കാൻ പാടില്ല, അതിനാവശ്യമായിട്ടുള്ള സൗകര്യങ്ങളോട് ഉണ്ടായിരിക്കണമെന്ന് പറഞ്ഞു. പക്ഷേ അവരുടെ കൂട്ടത്തിൽ വലിയ നിഷേധികളായിരുന്ന 9ഓളം വരുന്ന ആളുകൾ കൂടി അവർ എന്തു ചെയ്തു? ബാക്കിയുള്ളവരുടെ അംഗീകാരത്തോടു കൂടി അവർ ആ ഒട്ടകത്തെ വധിക്കുകയാണ് ഉണ്ടായത്. അതിലൂടെ അല്ലാഹു തആല ഒരു ഘോര ശബ്ദത്തിലൂടെ അവരെ പിടികൂടി നശിപ്പിക്കുകയുണ്ടായി. അതാണ് സമൂദ് ഗോത്രത്തിന്റെ ചരിത്രം ചുരുങ്ങിയ നിലയിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അപ്പൊ ഈ കൂട്ടരെല്ലാം, ഈ സമൂഹമെല്ലാം, അവരിലേക്കെല്ലാം അല്ലാഹു തആല റസൂലുകളെ അയച്ചു. ആ റസൂലുകളെ ആ സമൂഹം എന്ത് ചെയ്തിട്ടുണ്ട്? നിഷേധിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയിക്കുകയും ഈ നിഷേധിച്ച ആളുകൾക്ക് ഓർമ്മപ്പെടുത്തലാണ്. കാരണം ഇവർക്കൊക്കെ എന്താ പിന്നീട് ഉണ്ടായത്? അള്ളാഹുവിന്റെ ശിക്ഷ വന്നെത്തുകയുണ്ടായത്. അപ്പൊ അവർക്കുള്ള താക്കീതുമാണ്. അതേസമയം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സമാധാനിപ്പിക്കലാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയല്ല ആദ്യമായിട്ടൊരു സമൂഹം നിഷേധിക്കുന്ന റസൂൽ എന്ന നിലക്ക്. അടുത്ത ആയത്തിൽ അല്ലാഹു തആല പറയുന്നു, വആദുൻ, ആദ് സമൂഹം. തഫ്സീർ കാണാം, വഹും ഖൗമു ഹൂദിൻ. അവർ ഹൂദ് നബി അലൈഹി ഇസ്ലാമിന്റെ ഖൗമാണ്. ഹൂദ് നബി അലൈഹി ഇസ്ലാമിന്റെ ഖൗമാണ്. കാനു ഫിൽ അഹ്ഖാഫ്. അവർ അഹ്ഖാഫിലായിരുന്നു ഉണ്ടായിരുന്നത്. അഹ്ഖാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാൻഡ് ഡ്യൂൺസ് എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ആ മണലിന്റെ അതിൽ ചുറ്റിപ്പൊതിഞ്ഞുകൊണ്ട് താമസിച്ചിരുന്ന, അങ്ങനെയുള്ള പ്രദേശത്ത് താമസിച്ചിരുന്ന ആളുകൾ, അതാണ് അങ്ങനെ പറയുന്നത്.
ഫിർഔൻ ബിമിസ്ര വറസൂലുഹും മൂസ. ഫിർഔൻ അറിയാം, മിസ്രിലെ രാജാക്കന്മാരുടെ സ്ഥാനപ്പേരാണ് ഫിർഔൻ എന്നുള്ളത്. ഫിർഔൻ എന്നുള്ള ഒരു വ്യക്തിയുടെ പേരല്ല. ഫിർഔൻ എന്നുള്ളത് എന്താണ്? ഇപ്പൊ കിസ്ര, കൈസർ, അതുപോലെ ഫിർഔൻ എന്നൊക്കെ പറയുന്നത് റോം, പേർഷ്യ, മിസ്ർ എന്നുള്ള രാജാക്കന്മാരുടെ സ്ഥാനപ്പേരാണ്. അവിടെ ആളുകൾ മാറി മാറി വരും. ആരാണോ അവിടെ ഭരിക്കുന്നത് ആരാണ്? മിസ്രിലെ രാജാവ് ആരാണോ അതാരാണ്? ഫിർഔനാണ്. അതാണ് അതിന്റെ ഉദ്ദേശം. ഫിർഔൻ മിസ്രിലുണ്ടായിരുന്ന അവരിലേക്ക് അയച്ച റസൂൽ മൂസ നബി അലൈഹിസ്സലാം. വയഖ്വാനു ലൂത്തിൻ, ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ സഹോദരന്മാർ എന്ന് ഉദ്ദേശിക്കുന്നത് ആ നാട്ടിലുണ്ടായിരുന്ന ആ സമൂഹത്തെയാണ്. വകാനു ഫി സദൂം പ്രദേശത്തുണ്ടായിരുന്ന ആളുകൾ. ഇതിൽ പറഞ്ഞ 3 കൂട്ടരാരാണ്? ഒന്നാമത്തേത് ഖൗമു ആദ് സമൂഹം. അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചതിൽ ഏറ്റവും ശക്തരായിരുന്ന, ഏറ്റവും വലിയ കഴിവുകൾ ഉണ്ടായിരുന്ന, അഥവാ വലിയ പർവ്വതങ്ങൾ തുരന്ന് വീടുകൾ പണിയാനും അതുപോലെ അങ്ങനെ വലിയ ശക്തരായിരുന്ന ഒരു സമൂഹമായിരുന്നു ആദ് സമൂഹം. അവരിലേക്ക് അല്ലാഹു തആല നിയോഗിച്ച റസൂലാണ് ഹൂദ് നബി അലൈഹിസ്സലാം. അവർക്ക് ഇത്രയധികം ശക്തിയും കഴിവും എല്ലാം ഉണ്ടായതുകൊണ്ട് തന്നെ അവർ അങ്ങേയറ്റം അഹങ്കാരം കാണിച്ചിരുന്ന ആളുകളായിരുന്നു. അങ്ങനെ അല്ലാഹു തആല അവരെ ശക്തമായ കാറ്റടിപ്പിച്ചുകൊണ്ട് അവരെ നശിപ്പിക്കുകയുണ്ടായി. വൃക്ഷങ്ങൾ കടപുഴകി വീഴുന്നത് പോലെ ആ കാറ്റിൽ അവർ വീണുപോയി നശിച്ചു പോവുകയാണ് ഉണ്ടായത് എന്ന് ചരിത്രത്തിൽ കാണാം. പിന്നെ അതിൽ പറഞ്ഞ ആളുകൾ എന്ന് പറഞ്ഞാൽ ഫിർഔനാണ്. ഫിർഔന്റെ ചരിത്രം നമുക്ക് ഏതൊരു ചെറിയ കുട്ടിക്കും ഏറ്റവും പരിചയമുള്ള ചരിത്രമാണ്. മൂസാ നബി അലൈഹിസ്സലാം നിയോഗിക്കപ്പെടുമ്പോൾ ഫിർഔൻ ഈ ഏറ്റവും വലിയ ധിക്കാരിയായിട്ടുള്ള, അല്ലെങ്കിൽ ഫിർഔന്റെ പേര് കൊണ്ടാണ് പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂജഹലിനെ എല്ലാം പരിചയപ്പെടുത്തിയത്. ഈ അന്നുണ്ടായിരുന്ന ഫിർഔനാണ് അബൂജഹൽ എന്ന് പറയുന്നത്. അപ്പൊ ഏറ്റവും വലിയ നിഷേധിക്കൊരു പേരായിട്ട് തന്നെ ദീനിൽ പറയുന്ന ആളാണ് ഫിർഔൻ എന്നുള്ളത്. കാരണം ഞാനാണ് റബ്ബ് എന്ന് വരെ പറയാൻ ധൈര്യം കാണിച്ച ആളാണ് അന്ന് ഭരിച്ചിരുന്ന ഫിർഔൻ. അവരിലേക്ക് റസൂലുഹു മൂസ നബി അലൈഹി ഇസ്ലാമിനെ അയക്കുകയും പിന്നീട് നശിപ്പിക്കപ്പെടുക, കടലിൽ മുക്കി താഴ്ത്തുകയും ചെയ്തു എന്നുള്ളത് നമുക്കറിയാം. വൈഖ്വാനു ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ സമൂഹം. ലൂത്ത് നബി അലൈഹി ഇസ്ലാം നമുക്കറിയാവുന്നതുപോലെ അദ്ദേഹം സദൂം പ്രദേശത്താണ് നിയോഗിക്കപ്പെട്ടത്. അന്ന് വരെ ഭൂമിയിൽ ആരും ചെയ്തിട്ടില്ലാത്ത ഏറ്റവും മ്ലേച്ഛമായിട്ടുള്ള സ്വർഗരതി പോലെയുള്ള, ലിവാത്ത് പോലെയുള്ള പാപങ്ങൾ ചെയ്തിരുന്ന് ആരംഭിച്ചത് അവരാണ്. അവർ അതിൽ മുഴുകിയിരുന്നു. അതിന്റെ ലഹരി ബാധിച്ച് അവരുടെ ബുദ്ധി വരെ മാറിപ്പോകുന്ന അവസ്ഥയിലായിരുന്നു അവരുണ്ടായിരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ മൊത്തത്തിൽ, ജിബ്രീൽ അലൈഹിസ്സലാം അവിടുത്തെ ചിറകിന്റെ അറ്റം കൊണ്ട് ആ നാടിനെ മൊത്തത്തിൽ കോരിയെടുത്ത് ആകാശത്തിലേക്ക് ഉയർത്തി തിരിച്ചിടുകയും അതിനു മേലെ ചരൽക്കല്ലുകൾ വർഷിപ്പിക്കുകയും ചെയ്ത് അല്ലാഹു തആല അവരെ നശിപ്പിക്കുകയുണ്ടായി. അടുത്ത ആയത്തിൽ അല്ലാഹു തആല പറയുന്നത് വഅസ്ഹാബുൽ ഐകതി വകാനൂ ബിമദിയന വറസൂലുഹും ശുഐബ് അലൈഹിസ്സലാം. വഅസ്ഹാബുൽ ഐക്യത്തിന്റെ ആളുകൾ. ഐക്യത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൃക്ഷക്കൂട്ടങ്ങൾ എന്നാണ് അതിന്റെ അർത്ഥം. ഐക്യത്ത് ഉദ്ദേശിക്കുന്നത് വൃക്ഷക്കൂട്ടങ്ങൾ എന്നുള്ളതാണ്. അവിടെ ആരെയാണ് ഉദ്ദേശിക്കുന്നത്? വകാനൂ ബിമദിയന, മദിയൻ പ്രദേശത്ത്, മദിയൻ എന്നുള്ള പ്രദേശത്ത് ഉണ്ടായിരുന്ന ആളുകളാണ് അസ്ഹാബുൽ ഐക്ക. വറസൂലുഹും ശുഐബ് അലൈഹിമുസ്സലാത്തു വസ്സലാം ആണ് എന്തുണ്ടായിരുന്നത്? ആ അസ്ഹാബുൽ ഐക്യത്തിലേക്ക് നിയോഗിക്കപ്പെട്ടത്. ജമീഅൻ ആ മരക്കൂട്ടത്തിന്റെ ആളുകൾ എന്നുള്ള വിഭാഗത്തിലേക്ക് അയക്കപ്പെട്ട റസൂല് ശുഐബ് നബി അലൈഹിസ്സലാം ആയിരുന്നു. ശുഐബ് നബി അലൈഹിസ്സലാം നിയോഗിക്കപ്പെടുമ്പോൾ ഈ ആളുകൾ ഇവർ കച്ചവടം ചെയ്യാറുണ്ടായിരുന്നു. ഈ അസ്ഹാബുൽ ഐക്യത്ത് ശുഐബ് നബി അലൈഹിസ്സലാമിന്റെ സമൂഹം കച്ചവടം ചെയ്യാറുണ്ടായിരുന്നു. അവർ കച്ചവടത്തിൽ ഏറ്റവും കൂടുതൽ കൃത്രിമം കാണിച്ചിരുന്ന ആളുകളായിരുന്നു. അഥവാ വൈലുലിൽ മുത്തഫിഫീൻ എന്നെല്ലാം പറയുന്നത് പോലെ അവർ വിറ്റ് കൊടുക്കുമ്പോൾ അവർ തന്ന പണത്തിന് യോജിച്ചതല്ലാത്ത നിലയിൽ കുറച്ചുകൊണ്ടും അതുപോലെ തന്നെ മറ്റു രീതിയിലെല്ലാം ചതിയും വഞ്ചനയും കച്ചവടത്തിലും അതുപോലെ ദുൽമ് കാണിക്കുന്ന, മറ്റുള്ളവരെ ഹക്കുകൾ വീട്ടിക്കൊടുക്കാത്ത രീതിയിൽ പിടിച്ചു വെക്കുകയും നൽകാതിരിക്കുകയും ചെയ്യുന്ന രീതിയിൽ കച്ചവടത്തിൽ ആ രീതിയിൽ കാണിച്ചിരുന്ന ആളുകളാണ് അസ്ഹാബുൽ ഐക്കത്ത് എന്നുള്ളത്. അല്ലാഹു തആല അവരെ നശിപ്പിച്ചത് ശക്തമായ ചൂട് ഉണ്ടാക്കുകയും, ഹർറിൻ ഷദീദ്, ശക്തമായ ചൂടുണ്ടാക്കുകയും പിന്നീട് ഒരു ഘോര ശബ്ദത്തിലൂടെ അവരെ നശിപ്പിക്കുകയാണ് ഉണ്ടായത്. അതാണ് അസ്ഹാബുൽ ഐക്കത്ത് എന്ന് പറഞ്ഞാൽ ശുഐബ് നബി അലൈഹിസ്സലാമിന്റെ സമൂഹമാണ് അസ്ഹാബുൽ ഐക്ക. വഖൗമു തുബ്ബഇൻ, തുബ്ബഇന്റെ ആളുകൾ. വഖൗമു തുബ്ബഇന്റെ ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മുഅല്ലിഫ് റഹിമഹുല്ലാഹ് അവർ ഏത് കൂട്ടരാണ് എന്നുള്ളത് വിശദീകരിച്ച് തന്നെ പറയുന്നുണ്ട്. നമുക്കത് വായിച്ചാൽ കൂടുതൽ മനസ്സിലാവും. തുബ്ബ എന്ന് പറഞ്ഞാൽ ലഖബുൽ ലികുല്ലി മലികിൻ ബിൽ യമൻ,
യമനിലുള്ള രാജാക്കന്മാരുടെ ലഖബാണ്, സ്ഥാനപ്പേരാണ് എന്ത് തുബ്ബ എന്ന് പറയുന്നത്. അഥവാ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഫിർഔൻ, ഖിസ്റ, കൈസർ അതുപോലുള്ള പേരുകൾ പോലെ യമനിലെ രാജാക്കന്മാരുടെ പേരായിരുന്നു എന്ത് തുബ്ബ എന്നുള്ളത്. വിശ്വാസയുടെ മുമ്പുള്ള കാര്യമാണ്. തുബ്ബ എന്നുള്ളത് യമനിലെ രാജാവിന്റെ പേരായിരുന്നു. ആരാണോ രാജാവ് അയാളുടെ പേര് തുബ്ബ, സ്ഥാനപ്പേര്. വകാന മിൻ ഹഉലാഇ തബാബിഅ, തുബ്ബ എന്നുള്ളത് ജംആണ്, തബാബിഅ. അങ്ങനെയുള്ള തുബ്ബ ആയി വരുന്ന ആ രാജാക്കന്മാരുടെ കൂട്ടത്തിൽ ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അയാളുടെ പേരാണ് അസ്അദ് ബിൻ ഖുറൈബ്. അസ്അദ് ബിൻ ഖുറൈബ് എന്നാണ് ആ വ്യക്തിയുടെ പേര്. തുബ്ബ ആയിരുന്നു, അഥവാ യമനിലെ രാജാവായിരുന്നു. വകാന അലാ ദീനി മൂസ അസ്സഹീഹ്, മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ കാലശേഷം മൂസാ നബി അലൈഹി ഇസ്ലാം പഠിപ്പിച്ചു പോയ ശരിയായ ദീന്, അഥവാ വക്രത ഉണ്ടായിട്ടില്ല, ദീനിൽ വേറെ കുഴപ്പങ്ങൾ ഉണ്ടായിട്ടില്ല, തൗറാത്തിൽ കൃത്രിമം കാണിച്ചിട്ടില്ല. ആ മൂസാ നബി അലൈഹി ഇസ്ലാം പഠിപ്പിച്ചു പോയ ദീൻ എന്താണോ ആ ദീനനുസരിച്ച് ഉറച്ചു നിന്നിരുന്ന ആളായിരുന്നു ആര്? അസ്അദ് ബിൻ ഖുറൈബ് എന്നുള്ള വ്യക്തി. വംതദ്ദ മുൽക്കുഹു ഹത്താ സമർഖന്ദ് വദമഷ്ക് വവസല മക്കത. ആ വ്യക്തിയുടെ അഥവാ അന്ന് യമൻ ഭരിച്ചിരുന്ന തുബ്ബഇന്റെ അഥവാ അസ്അദ് ബിൻ ഖുറൈബിന്റെ ആ മുൽക്ക് അഥവാ ആധിപത്യം, അധികാരം എന്നുള്ളത് സമർഖന്ദ് വരെ. സമർഖന്ദ് എന്ന് പറഞ്ഞാൽ ഇന്ന് ഉസ്ബെക്കിസ്ഥാൻ എന്ന് പറയുന്ന പ്രദേശത്തെ ഒരു സ്ഥലമാണ് സമർഖന്ദ്. അവിടെ വരെയും അതുപോലെ ദമസ്കസ് വരെയും അങ്ങനെ മക്കയിലേക്കും അവരുടെ എന്തെത്തി അധികാരം എത്തിയിട്ടുണ്ട്. അഥവാ മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പുള്ള കാര്യം പറയും, മൂസാ നബി അലൈഹി സ്വലാമിന്റെ കാലത്തിന് തൊട്ട് ശേഷമുള്ള കാര്യമാണ്. അന്ന് ആ ആധിപത്യ അധികാരം നാടുകൾ പിടിച്ചടക്കി മക്ക വരെ എത്തിയിരുന്നു. വഅവ്വമൽ കഅബത വതാഫ ബിഹാ വകസാഹ. അങ്ങനെ ഈ രാജാവ് മക്ക കീഴടക്കി ആ മക്കയിൽ കഅബയെ അദ്ദേഹം വളരെ നല്ല രീതിയിൽ ആദരിച്ചു. കഅബയ്ക്ക് കൊടുക്കേണ്ട ബഹുമാനവും ആദരവും എല്ലാം നൽകി. വതാഫ ബിഹാ, അതിനെ തവാഫ് ചെയ്തു. വകസാഹ, അതിനെ വസ്ത്രം അണിയിക്കുകയും ചെയ്തു. കസാദ് വസ്ത്രം അണിയിക്കുക, കഅബയുടെ കില്ലുണ്ടാവുമല്ലോ, അതുപോലെ ഒരു തുണി നൽകുകയൊക്കെ ചെയ്തു. വഖദ് ആമന ഖൗമുഹു ബിമാ ആമന ബിഹി. ആ രാജാവിന്റെ കൂട്ടർ അഥവാ രാജാവിന്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ, പിൻഗാമികൾ, പ്രജകളെല്ലാം അന്ന് ഈ രാജാവ് വിശ്വസിച്ചതുപോലെ തന്നെ വിശ്വാസം ശരിയായിരുന്നു. അഥവാ അള്ളാഹുള്ള വിശ്വാസവും മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ദീനിലുള്ള വിശ്വാസവും എല്ലാം ശരിയായിരുന്നു. പക്ഷേ ഈ രാജാവ് അഥവാ അസ്അദ് ബിൻ ഖുറൈബ് എന്ന വ്യക്തി മരണപ്പെട്ടതിന് ശേഷം എന്തുണ്ടായി? ഈ ആളുകളിൽ ഒരു വലിയ വിഭാഗം മുർത്തദ്ദായി പോയി, ദീനിൽ നിന്ന് തെറ്റിപ്പോയി, ദീനിൽ നിന്ന് പഴച്ചുപോയി. എല്ലാവരും പോയിട്ടില്ല, ചരിത്രകാരന്മാർ പറയുന്നുണ്ട് അതിൽ വിശ്വാസികളായിട്ടുള്ള ആളുകൾ ഉണ്ടായിരുന്നു, എല്ലാവരും പോയിട്ടില്ല, എന്നാൽ ഒരു വലിയ വിഭാഗം മുർത്തദ്ദായി പോയി. വലമ്മ മർറ ബി യസ്രിബ അഖ്ബറഹുൽ യഹൂദ്. ഈ അസ്അദ് ബിൻ ഖുറൈബ് അങ്ങനെ യസ്രിബിൽ അഥവാ മദീനത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ ആദ്യത്തെ പേരെന്താണ്? യസ്രിബാണ്. ആ പോകുന്ന സൈന്യവുമായിട്ട് ആളുകളുമായി പോകുന്ന സന്ദർഭത്തിൽ യസ്രിബിൽ എത്തിയ സമയത്ത് അഖ്ബറഹുൽ യഹൂദു അന്ന ഹാദിഹിൽ ബൽദത മുഹാജിറു നബിയ്യിൻ ആഖിറു സമാൻ. ആ യസ്രിബിൽ എത്തിയ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ജൂതന്മാർ, മദീനയിൽ മുമ്പ് തന്നെ ജൂതന്മാർ വന്ന് താമസമാക്കിയിട്ടുണ്ടായിരുന്നു. മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്തിന് മുമ്പ് അഥവാ മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ പിൻഗാമികളായിട്ടുള്ള ആളുകളാണ് ഉദ്ദേശിക്കുന്നത്. അവിടെ ഉണ്ടായിരുന്ന ആളുകൾ ഈ അസ്അദ് ബിൻ ഖുറൈബിനെ അറിയിക്കുകയുണ്ടായി, ഈ നാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഥവാ യസ്രിബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസാന കാലത്ത് വരുന്ന നബിയുടെ മുഹാജറാണ്, അഥവാ ഹിജറ ചെയ്യപ്പെടുന്ന സ്ഥലമാണ്. ആ നബി ഹിജറ ചെയ്യപ്പെട്ട് വരുന്ന സ്ഥലമാണ് ഈ യസ്രിബ്, ഇത് ആ സ്ഥലമാണ് എന്ന് ഈ അസ്അദ് ബിൻ ഖുറൈബിനെ അറിയിക്കുകയുണ്ടായി. വസ്മുഹു അഹ്മദ്. അങ്ങനെ ആ ജൂതന്മാരായിട്ടുള്ള അതിൽ പുരോഹിതന്മാരും പണ്ഡിതന്മാരായിട്ടുള്ള ആളുകൾ ഈ രാജാവിനെ, ഈ തുബ്ബഇനെ അറിയിച്ചു, ആ നബിയുടെ പേരാണ് അഹ്മദ് എന്നുള്ളത് എന്ന് അറിയിച്ചു. ഫആമന ബിഹി വഖാല ഫീഹി ശഅറൻ വഹുവ. അങ്ങനെ അവിടെ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെട്ടിട്ടില്ല, പക്ഷെ തൗറാത്തിൽ പരാമർശിച്ചിട്ടുണ്ട്, എല്ലാം അറിയാം. അവിടെ വെച്ച് ഈ രാജാവ് എന്തുണ്ടായി? ആ റസൂൽ വിശ്വസിച്ചു, അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ചു. എന്നിട്ടൊരു ബൈത്ത്, ഒരു വാക്കുകൾ പറയുകയുണ്ടായി. വഹുവ ഷഹിദ്തു അലാ അഹ്മദ അന്നഹു റസൂലുൻ മിനല്ലാഹ് ബാരിൻ നസം. ഞാനിതാ സാക്ഷ്യം വഹിക്കുന്നു അഹ്മദിന്റെ മേലെ, അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു പേരാണ് അഹ്മദ് എന്നുള്ളത്. ഖുർആനിൽ വന്നിട്ടുണ്ട്, ഇഞ്ചീലിലൊക്കെ പരാമർശിക്കപ്പെട്ടിട്ടുള്ള പേരായിട്ട് വന്നിട്ടുണ്ട്. റസൂലുൻ മിനല്ലാഹ്, അള്ളാഹുവിൽ നിന്നുള്ള റസൂലാണ്. ബാരിൻ നസം, ഈ അള്ളാഹു ആരാണ്? ഈ മനുഷ്യകുലത്തിന്റെ സൃഷ്ടാവാണ്. ഫലൗ മദ്ദ ഉംരി ഇലാ ഉംരിഹി, എന്റെ ആയുസ് ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആയുസ് വരെ എത്തുകയാണ് എങ്കിൽ, അഥവാ ആ നബി നിയോഗിക്കപ്പെടുന്നത് വരെ ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ ലകുന്തു വസീറൻ ലഹു വബ്ന അമ്മിൻ,
ഞാൻ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നബിക്കൊരു വസീറായിരിക്കും. വസീർ എന്ന് പറഞ്ഞാൽ മന്ത്രി, അഥവാ രാജാവിന്റെ വസീർ എന്ന് പറയുമ്പോൾ രാജാവിനോട് ഏറ്റവും അടുത്ത സ്ഥാനത്തുള്ള ആള്. വബ്നഅം, ഇബ്നഅം പറഞ്ഞാൽ കസിൻ എന്നാണ് അർത്ഥം, അഥവാ ഒപ്പമുള്ള ആളായിട്ട് ഞാൻ തീരും എന്നുള്ള അർത്ഥത്തിലാണ് ഇബ്നഅം എന്നുള്ള പദം ഉപയോഗിക്കാറ്. വജാഹത്തു ബിസ്സൈഫി അഅദാഅഹു, അങ്ങനെ ഞാൻ വാളുകൊണ്ട് ആ നബിയുടെ ശത്രുക്കളോട് ജിഹാദ് ചെയ്യും. ഇവിടെ ജാഹത്തു എന്നുള്ളത് ശരിക്കും എന്താണ്? മാളിയായ ഫിഅലാണ്. ജാഹത്തു എന്ന് പറഞ്ഞാൽ ഞാൻ ജിഹാദ് ചെയ്തു എന്നാണ്. അറബി ഭാഷയിൽ മാളിയായ ഫിഅലിൽ മുളാരി പറയുന്നുണ്ട് എങ്കിൽ അതിന്റെ അർത്ഥം എന്തായാലും ഞാൻ അങ്ങനെ ചെയ്യുന്ന ഉറപ്പുള്ള കാര്യത്തിനാണ് അങ്ങനെ ഉപയോഗിക്കുക. അതായത് ഒരു കാര്യം നാളെ ഞാൻ എന്തായാലും ചെയ്യും നമുക്ക് ഉറപ്പാണ് എങ്കിൽ ആ ഫിഅലിനെ നമ്മൾ മുളാരി പറഞ്ഞാൽ എന്താ? ഫ്യൂച്ചർ ടെൻസ്. മുളാരിയിലല്ലാതെ എന്തിൽ പറയാം? മാളിയിൽ പറയാം. ഉദാഹരണത്തിന് ധാരാളം ഹദീസുകൾ പിന്നെ മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന, ആരാണോ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നത്, ദഖല എന്ന് പറഞ്ഞാൽ എന്താ? മാളിയായ ഫിഅലാണ്, പ്രവേശിച്ചു എന്നാണ്. അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്നാണ് അർത്ഥം. പ്രവേശിച്ചിട്ടുണ്ടോ? ഇല്ല. പക്ഷെ എന്താ പറയാനുള്ള കാരണം? എന്തായാലും അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും. മലയാളത്തിന് ഉപയോഗിക്കുന്ന പ്രയോഗമാണ്, നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നമ്മൾ ചിലപ്പോൾ ഭാവിയുള്ള കാര്യം എന്താവും പാസ്റ്റ് ടെൻസിൽ പറയാറുണ്ട്, എന്തായാലും ഉറപ്പാണെങ്കിൽ. ഞാൻ വന്നു എന്നൊക്കെ ചിലപ്പോൾ അവള് പറയും. ഇനി വരില്ലേ എന്ന് പറയുമ്പോൾ ഞാൻ വന്നു എന്നൊക്കെ പറയും. എന്താ വെച്ചാൽ ആ അർത്ഥത്തിൽ പറയുന്നതാണ്. അപ്പൊ വജാഹത്തു ബിസ്സൈഫി അഅദാഅഹു, ആ നബിയുടെ ശത്രുക്കളെ ഞാൻ വാളുമായിട്ട് അവരുമായിട്ട് പോരാടും. വഫറജ്തു അൻ സദ്രിഹി കുല്ല ഗമ്മിൻ, അതുപോലെ ആ നബിക്ക് ബാധിക്കുന്ന ഗം എന്ന് പറഞ്ഞാൽ ടെൻഷൻ, ബുദ്ധിമുട്ടുകൾ, അതിൽ നിന്നെല്ലാം ആ നബിയുടെ നെഞ്ചിന് ഞാനൊരു തുറവി നൽകുകയും ചെയ്യും. അഥവാ എല്ലാ രീതിയിലും പിന്താങ്ങായിട്ട് സഹായിയായിട്ട് ഞാൻ ഉണ്ടാകും എന്ന് അവിടെ വെച്ച് ഈ അസ്അദ് ഇബ്നു ഖുറൈബ് എന്നുള്ള തുബ്ബ ആയിട്ടുള്ള യമനിലെ രാജാവ് പറഞ്ഞു എന്നുള്ളത്. വകാനു യർവൂനഹു ഖൽഫൻ അൻ സലഫിൻ, ഈ ഒരു സംഭവം സലഫുകളിൽ നിന്ന് പിൻഗാമികൾ ഉദ്ധരിച്ച് വന്നിട്ടുള്ള കാര്യമാണ് ഈ ഒരു ചരിത്ര സംഭവം എന്നുള്ളത്. അപ്പൊ ഇതാണ് അസ്ഹാബു തുബ്ബ വഖൗമു തുബ്ബ എന്ന് പറയുന്നത്. തുബ്ബഇന്റെ ആളുകൾ എന്ന് പറഞ്ഞാൽ, ഈ തുബ്ബ എന്ന് പറഞ്ഞാൽ ആരാണ്? യമനിലെ രാജാവ്. ഉദ്ദേശം അസ്അദ് ഇബ്നു ഖുറൈബ്. അസ്അദ് ഇബ്നു ഖുറൈബിന്റെ ആളുകൾ. അസ്അദ് ഇബ്നു ഖുറൈബ് എന്തായിരുന്നു? ഫിർഔനെ പോലെയല്ല, വിശ്വാസിയായിട്ടുള്ള ആളായിരുന്നു, ഒരു കുഴപ്പമില്ലാത്ത നല്ല ആളായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ കൂട്ടരിൽ എല്ലാവരുമല്ല, ഭൂരിഭാഗം ആളുകൾ അവരെന്ത് ചെയ്തു? അവർ മുർത്തദ്ദായി പോവുകയാണ് ഉണ്ടായത്. അത് ആണ് ഈ ഖൗമു തുബ്ബ എന്ന് പരാമർശിച്ചിട്ടുള്ളത്. അപ്പൊ ഇതിൽ പ്രധാനപ്പെട്ട മുൻകഴിഞ്ഞു പോയ കൂട്ടരിൽ ആളുകളിൽ പ്രധാനപ്പെട്ട ആളുകളെ അല്ലാഹു തആല ഓർമ്മപ്പെടുത്തി. ഒന്ന്, ആദ്യത്തെ റസൂലായ നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ സമൂഹം, അസ്ഹാബുർ റസ് എന്നുള്ള ഒരു സമൂഹം, അതുപോലെ സമൂദ് ഗോത്രം, സാലിഹ് നബി അലൈഹി ഇസ്ലാമിന്റെ, അതുപോലെ തന്നെ ആദ്, ഹൂദ് നബി അലൈഹി ഇസ്ലാമിന്റെ, ഫിർഔനിനെ പറ്റി പരാമർശിച്ചു, ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രത്തെ പറ്റി അഥവാ ഖൗമിനെ പറ്റി പരാമർശിച്ചു. വസ്ഹാബുൽ ഐക്കത്തിന്റെ ആളുകൾ എന്ന് പറഞ്ഞാൽ ശുഐബ് നബി അലൈഹി ഇസ്ലാമിന്റെ കൂട്ടർ, തുബ്ബ എന്ന യമനിലെ രാജാവുമായി ബന്ധപ്പെട്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഈ ആളുകളെല്ലാം, മുൻകഴിഞ്ഞു പോയ അറിയപ്പെട്ട പ്രബലരായിട്ടുള്ള ഈ ആളുകളെയും സമൂഹത്തിനെയും എല്ലാം പരാമർശിച്ചതിന് ശേഷം അല്ലാഹു തആല പറയുകയാണ്, കുല്ലുൻ കദ്ദബ റുസുല ഫഹഖ വഈദ്. കുല്ലുൻ കദ്ദബ റുസുല, ഈ അവർ കുല്ലുൻ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ എല്ലാ കൂട്ടരും, ഇവരെല്ലാം കദ്ദബ റുസുല, റസൂലുകളെ കളവാക്കി. റസൂലുകളെ കളവാക്കുക എന്ന് പറഞ്ഞാൽ ആ റസൂലുകൾ കൊണ്ടുവന്നതിൽ വിശ്വസിച്ചില്ല എന്ന് മാത്രമല്ല, അതിനെ നിഷേധിക്കുകയും ചെയ്തു. ഫഹഖ വഈദ്, അവരുടെ മേലെ, വഈദ് എന്ന് പറഞ്ഞാൽ താക്കീത്, വഅദ് വഈദ്, ഈ രണ്ട് പദം ഉപയോഗിക്കും. വഅദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഗ്ദാനങ്ങൾ, അഥവാ സ്വർഗം, അതുപോലെ തന്നെ അള്ളാഹുവിന്റെ കാരുണ്യം, നന്മകളായിട്ടുള്ള കാര്യങ്ങൾ, അധികം വഅദ് എന്ന് പറയാം പൊതുവെ. വഈദ് എന്ന് പറഞ്ഞാൽ താക്കീത്, നരകം, അതുപോലുള്ള ശിക്ഷകൾ, അതുപോലുള്ള കാര്യങ്ങളാണ് അർത്ഥത്തിൽ. അപ്പൊ ഫഹഖ വഈദ് എന്ന് പറഞ്ഞാൽ, ഇവിടെ ഹഖ എന്ന് പറഞ്ഞാൽ യാഥാർത്ഥ്യമായി എന്നുള്ള അർത്ഥം, അതാ അവർക്ക് ബാധിച്ചു, അവർക്കത് ബാധിക്കേണ്ടായി. വഈദ് അഥവാ അള്ളാഹു താക്കീത് ചെയ്തിട്ടുള്ള കാര്യം അവരുടെ മേലെ ബാധിക്കുകയുണ്ടായി. അപ്പോൾ ഈ മുൻകഴിഞ്ഞ ഇത് പറഞ്ഞാൽ ഈ സംഭവങ്ങളൊക്കെ പരാമർശിച്ചത് കുഫാറുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭയം ഉണ്ടാക്കുന്ന കാര്യവും നബി സല്ലല്ലാഹു അലൈഹി സംബന്ധിച്ചിടത്തോളം സമാധാനമേകുന്ന കാര്യവുമാണ്. കാരണം ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് എന്ന നിലയ്ക്ക്. ഐ തഫ്സീർ വായിക്കാം. ഐ കുല്ലു മൻ ദുകിറ മിനൽ അഖ്വാമി കദ്ദബത് റുസുലഹും കമാ കദ്ദബക ഖൗമുക യാ മുഹമ്മദ്. ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുല്ലു മൻ ദുകിറ മിനൽ അഖ്വാം, ഇവിടെ പരാമർശിക്കപ്പെട്ട എല്ലാ കൂട്ടരും
കദ്ദബത് റുസുലഹും അവരെല്ലാം അവരുടെ റുസുലഹ അവരുടെ റസൂലുകളെ എന്താക്കിയിട്ടുണ്ട് കളവാക്കിയിട്ടുണ്ട് കമാ കദ്ദബക ഖൗമുക യാ മുഹമ്മദ് മുഹമ്മദ് നിന്റെ സമൂഹം നിന്നെ കളവാക്കുന്നത് പോലെ അവരെയൊക്കെ എന്തായിട്ടുണ്ട് ഇങ്ങനെ കളവാക്കിയിട്ടുണ്ട് ഫനഫദ്തു ഫീഹിം അദാബി അവരുടെ മേലെ എന്റെ ശിക്ഷ നിർബന്ധമായി നടപ്പിലാക്കി ഞാൻ അല്ലദീ ഔഅദ്തുഹും ബിഹി ഞാൻ എന്താണോ അവർക്ക് താക്കീത് ചെയ്തത് അവരോട് പറഞ്ഞത് അവരോട് ഉറപ്പിച്ച് പറഞ്ഞത് ഇങ്ങനെ സംഭവിക്കുമെന്നുള്ള നിലയ്ക്ക് ഞാൻ പറഞ്ഞത് ആ ശിക്ഷ അവരുടെ മേലെ ഞാൻ നടപ്പിലാക്കുകയും ചെയ്തു എന്നുള്ളത് അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാൻ. അപ്പോ നോക്കി ഖുർആന്റെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ഓരോ സൂറത്തിനും ചിലപ്പോൾ നമുക്ക് തോന്നും ഇതൊരു ബന്ധമില്ലാത്ത കാര്യങ്ങളാണല്ലോ ഇങ്ങനെ പറയുന്നത്. ചിലപ്പോൾ ആ അർത്ഥം മാത്രം നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യത്തിൽ നിന്ന് ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങൾ ചിലപ്പോൾ അടുത്ത് വരും. പക്ഷെ അതുമായിട്ടെല്ലാം ബന്ധം ഉണ്ടാവും. ഇവിടെ പ്രത്യേകിച്ച് സൂറത്തു ഖാഫ് ഒക്കെ ഒരൊറ്റ വിഷയത്തിൽ തന്നെ ഊന്നി പറയുന്ന സൂറത്താണ്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ പുനരുദ്ധാനം, മരണം, പരലോകം, അതിനെക്കുറിച്ചുള്ള ചിന്ത അതിൽ മാത്രം ഫോക്കസ് ചെയ്തിട്ടുള്ള സൂറത്താണ് സൂറത്തു ഖാഫ് അല്ല. അപ്പൊ അതിൽ ഓരോ ഘട്ടത്തിലും ആദ്യം ആ ആളുകൾക്ക് പരലോകത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തൽ, അതുപോലെ തന്നെ സൃഷ്ടിപ്പിന്റെ അത്ഭുതം, ഭൂമിയുടെയും ആകാശത്തിന്റെയും എല്ലാം പറഞ്ഞ് ഈ റസൂലുകളെ അയച്ചിട്ട് മുൻപ് സംഭവിച്ച കാര്യങ്ങളെല്ലാം പറഞ്ഞു. എന്നിട്ട് അല്ലാഹു തആല ഈയൊരു സന്ദർഭം, ഈയൊരു ചർച്ച അല്ലെങ്കിൽ ഈയൊരു കാര്യങ്ങളെ പറ്റി പറയുന്നത് അവസാനിപ്പിക്കുന്നത് 15-ാമത്തെ ആയത്തിലാണ്. അതിൽ അല്ലാഹു തആല പറയുന്നുണ്ട് അഫഅയിന ബിൽ ഖൽഖിൽ അവ്വൽ അഫഅയിന ബിൽ ഖൽഖിൽ അവ്വൽ. ഈ അയ്യ എന്നുള്ള വാക്ക് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ള അയ്യ എന്നുള്ള വാക്ക് അതിന് പൊതുവെ തഫ്സീറുകൾ ഇപ്പൊ മലയാളത്തിലാണെങ്കിലും ഒക്കെ ദുർബലനായോ എന്നുള്ള അർത്ഥത്തിലാണ് വിശദീകരിക്കാറുള്ളത്. ഇപ്പൊ ഇതിന്റെ തഫ്സീറിൽ തന്നെ കാണാം ഐ ഹൽ അഅജദ്ന ഇബ്തിദാ അൽ ഖൽഖിൽ അവ്വൽ, അതായത് ബിൽ ഖൽഖിൽ അവ്വൽ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ സൃഷ്ടിപ്പ്. മനുഷ്യൻ ആദ്യം സൃഷ്ടിച്ചല്ലോ, അല്ലെങ്കിൽ ആകാശഭൂമികൾ ആദ്യം സൃഷ്ടിച്ചല്ലോ. ആ ആദ്യത്തെ സൃഷ്ടിപ്പ് കൊണ്ട് ഞാൻ ദുർബലനായോ അഥവാ നാം ദുർബലനായി എന്നാണോ അവർ വിചാരിച്ചിട്ടുള്ളത്? ഹത്താ ശകൗ ഫിൽ ഇആദ, തഫ്സീർ കാണാം ഇനി മടക്കിക്കൊണ്ടുവരാൻ സാധിക്കുമോ ഇല്ലേ എന്ന് സംശയം വരാൻ മാത്രം നാം ദുർബലനായി പോയോ എന്നാണോ അവർ വിചാരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഇവിടെ അയ്യ എന്നുള്ള വാക്കിന്റെ അറബിയിൽ അതിനേക്കാൾ സൂക്ഷ്മമായിട്ടുള്ള അർത്ഥം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ ഫവായിദിൽ ഇതേ ആയത്തിനെ തഫ്സീർ ചെയ്യുന്നിടത്ത് അയ്യ എന്നുള്ള വാക്കിന്റെ അർത്ഥം ഒന്നുകൂടിയും വിശദമായി പറയുന്നുണ്ട്, ഒന്നുകൂടി വിശാലമായി പറയുന്നുണ്ട്. അതായത് ചില വാക്കുകൾക്ക്, അറബിയിലെ ചില വാക്കുകൾക്ക് ചിലപ്പോൾ മലയാളത്തിലോ ഇംഗ്ലീഷിലോ നമ്മൾ ഡിക്ഷണറി വെച്ച അർത്ഥം നോക്കിയാൽ പോലും അതിന്റെ ആശയം ഫുള്ള് കിട്ടൂല. അറബിയിൽ മുഖ്യമായിട്ടുള്ള പ്രധാനപ്പെട്ട തഫ്സീറുകളെല്ലാം അറബിയിലുള്ളതാണ്. അറബിയിലെ ഏറ്റവും നല്ല തഫ്സീറല്ല അറബിയിലെ ഏറ്റവും നല്ല ഡിക്ഷണറികളെല്ലാം ഏത് ഭാഷയിലുള്ളതാണ്? അറബിയിൽ തന്നെയുള്ളതാണ്. കാരണം ആ വാക്കിന്റെ ഉപയോഗം എങ്ങനെയാണ് എന്നുള്ളത് വിശദമായ ഒരു അർത്ഥത്തിലൂടെ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മനസ്സിലാക്കാൻ പറ്റുള്ളൂ, ഒരൊറ്റ വാക്കിൽ കിട്ടുന്നതിനേക്കാൾ. അപ്പോ ഈ അയ്യ എന്നുള്ള വാക്കിന്റെ അർത്ഥത്തെ ഇബ്നുൽ ഖയ്യിം വിശദീകരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ അയ്യ എന്നുള്ള പദം ഉപയോഗിക്കാറ് എപ്പോഴാന്ന് വെച്ചാൽ ഏതൊരു അവസ്ഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അദ്ദേഹം അതിൽ പറയുന്ന ഉദാഹരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൂട്, ഒരു പ്രാവിന്റെ കൂട്, ആ പ്രാവിന്റെ കൂട് ചെരിഞ്ഞു നിൽക്കുന്ന ആ രീതിയിലുള്ള ഒരു കൂടാന്ന് വിചാരിക്കുക. ആ കൂട്ടിലേക്ക് ഒരു പ്രാവ് മുട്ടയിട്ടു. ആ മുട്ടയിട്ട് കഴിഞ്ഞ് മുട്ട ആ കൂടിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഉരുണ്ട് പോവുകയാണെന്ന് വിചാരിക്കുക. അപ്പൊ ആ പ്രാവിന് ഇത് എന്താ ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല. ആ പ്രാവിന് ഇത് ഇനി എന്താണ് ഈ മുട്ടയെ കൊണ്ട് ഞാൻ ചെയ്യുക, ഇത് ഒരു ഭാഗത്ത് ഒതുങ്ങി നിൽക്കണില്ലല്ലോ, ഇനിയിപ്പോ ഇതൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള നിലക്ക് ആ പ്രാവിന്റെ അവസ്ഥക്കാണ് അയ്യ എന്ന് പറയുക എന്ന്. അതായത് മലയാളത്തിൽ നേരെ അർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പറയാൻ പറ്റുന്ന അർത്ഥം നട്ടം തിരിയാന്ന് പറയില്ലേ, എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ. അപ്പോ ഇവിടെ ചോദ്യം, ആദ്യത്തെ സൃഷ്ടിപ്പ് കഴിഞ്ഞിട്ട് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് ഞാൻ എന്നാണോ അവർ വിചാരിച്ചിട്ടുള്ളത് എന്നാണ് ഇവിടെ ഉദ്ദേശം. അതാണ് അതിന്റെ ഒരു കോണ്ടെക്സ്റ്റ് വരുന്നത്. പക്ഷേ മലയാളത്തിന്റെ തഫ്സീർ എടുത്ത് നോക്കിയാലൊക്കെ നിങ്ങൾക്ക് കാണാവുന്ന അർത്ഥം എന്തായിരിക്കും വെച്ച് കഴിഞ്ഞാൽ ഞാൻ ദുർബലനായി പോയി എന്നാണോ അവർ വിചാരിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. പക്ഷെ അതിനേക്കാൾ ഈ നിലക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ അങ്കലാപ്പിലായി പോകുന്ന ഒരു അവസ്ഥയിലായിപ്പോയി. ഒന്നാമത്തെ സൃഷ്ടിപ്പ് കഴിഞ്ഞ് ഇനിയിപ്പോ ഞാൻ സൃഷ്ടിച്ചും പോയി, ഇനിയിപ്പോ അവരെന്താ ചെയ്യുക, ഇനിയിപ്പോ അതായത് ഉയർത്തെഴുന്നേൽപ്പിക്കാൻ പറ്റുമോ ഇല്ലേ, ഇവരെ കാര്യങ്ങളൊന്നും അറിയില്ലേ, ഇവരെന്താ എവിടെയാവൊന്നും അറിയില്ലേ, എന്താ അങ്ങനെ അറിയാതെ പോയിരിക്കുന്ന അവസ്ഥയിലായിട്ടുണ്ട് ഞാൻ എന്നാണോ അവർ വിചാരിച്ചിട്ടുള്ളത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ചോദ്യം. അതുപോലെ മറ്റൊരു വാക്ക് ഖുർആനിൽ
ഫൻസലഖ മിൻഹ, അല്ലാഹു തആല സൂറത്തുൽ അഅറാഫിൽ അല്ലാഹുവിന്റെ വലായത്ത് ലഭിച്ചിട്ട് പിന്നെ അതിൽ നിന്ന് ദീനിൽ നിന്ന് ഊരിപ്പോയ ഒരാളെ പറ്റി പറയുന്നുണ്ട്. അതിൽ ഫൻസലഖ മിൻഹ എന്നുള്ള ആയത്ത് 176 ആണോ 172 ആണോ അഅറാഫിൽ ആയത്ത് ഫൻസലഖ എന്നുള്ളൊരു വാക്കുണ്ട്. ആ വാക്കിന്റെ അർത്ഥം ഊരിപ്പോരുക എന്നർത്ഥം. ഫൻസലഖ എന്ന് പറഞ്ഞാൽ ഊരിച്ചാടുക എന്നുള്ളതാണ് അർത്ഥം. പക്ഷെ അതിന്റെ അർത്ഥവും ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ ഒരു കിതാബിൽ വിശദീകരിക്കുന്നത് കാണാം. ഇബ്നുൽ ഖയ്യിം ഭയങ്കര ലുഗവിയാണ്, ഭാഷയിൽ ഭയങ്കര കഴിവുള്ള ആളാണ്. അപ്പോൾ അദ്ദേഹം ആ വാക്കിനെ ഫൻസലഖ എന്നുള്ളതിന്റെ അർത്ഥം വിശദീകരിച്ച് മനസ്സിലാക്കി തരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫൻസലഖ എന്നുള്ള പദം ഉപയോഗിക്കാറുള്ളത് വെറുതെ ഊരിച്ചാടുന്നതിനല്ല. ഒരു പാമ്പ് അതിന്റെ ഉറ വിട്ടിട്ട് ഊരിച്ചാടുന്നതിനാണ് ഇൻസലഖ എന്നുള്ള പദം ഉപയോഗിക്കാറുള്ളത്. അതായത് പാമ്പ് അതിന്റെ ഉറ, പാമ്പിന്റെ തോല് പോലത്തെ ഒരു സാധനം ഒഴിവാക്കും, ഒരു ഘട്ടം എത്തിക്കഴിഞ്ഞാൽ, അതിന്റെ വളർച്ചയുടെ ഘട്ടമായി കഴിഞ്ഞാൽ അത് ഊരി പുറത്തേക്ക് ചാടിക്കഴിഞ്ഞാൽ അത് ഒട്ടിപ്പോകും. അതിന്റെ ആ പുറത്തുള്ള കാര്യം ഒട്ടിപ്പോയി തിരിച്ച് പിന്നെ അതിലേക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, പാമ്പിന് കയറാൻ പറ്റൂല. അപ്പോ പോയി കഴിഞ്ഞ് തിരിച്ച് പിന്നെ ഒരിക്കലും പ്രവേശിക്കാൻ പറ്റാത്ത രീതിയിൽ പോകുന്നതിനാണ് എന്ത് ഉപയോഗിക്കുക, ഇൻസലഖ എന്നുള്ള പദം ഉപയോഗിക്കുക. അഥവാ അള്ളാഹുവിന്റെ ദീനിൽ നിന്ന് വലായത്തിൽ നിന്ന് അവൻ ഇൻസലഖ, അവൻ പുറത്തായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഒരിക്കലും അവന് തിരിച്ചു വരാൻ പറ്റാത്ത രീതിയിൽ എന്തായി, അവൻ പുറത്തിയാടി എന്നുള്ളതാണ്. അപ്പൊ അത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അറബിയിലെ ഓരോ പദങ്ങളുടെയും ആശയങ്ങൾ വളരെ ആഴത്തിൽ വ്യത്യാസപ്പെട്ട് കിടക്കുന്ന കാര്യമാണ്. അപ്പൊ ഇവിടെ അല്ലാഹു തആല ചോദിക്കുന്നത് അഫഅയിന ബിൽ ഖൽഖിൽ അവ്വൽ, ഒന്നാമത് ആദ്യത്തിൽ സൃഷ്ടിച്ചിട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാത്ത അവസ്ഥയിലാണ് ഞാൻ എന്നാണോ അവർ വിചാരിച്ചു പോയത്, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ആയോ, അഥവാ ഇനി ഇആദ ഹത്താ ശകൗ ഫിൽ ഇആദ, മടക്കി കൊണ്ടുവരാൻ പറ്റില്ല എന്നുള്ള നിലക്ക് അവർ സംശയിക്കാൻ മാത്രം ഞാൻ ദുർബലനായി പോയി, അല്ലെങ്കിൽ എനിക്ക് സാധിക്കില്ല എന്നാണ് അവർ വിചാരിച്ചത്. എന്നിട്ട് പറയാണ് ബൽഹും ഫീ ലബ്സിൻ മിൻ ഖൽഖിൻ ജദീദ്, ബൽഹും പക്ഷെ അവർ ഫീ ലബ്സിൻ, ലബ്സ് എന്ന് പറഞ്ഞാൽ കൂടിക്കുഴയുക എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശം, സംശയത്തിലാണ് എന്നുള്ള അർത്ഥത്തിൽ. മിൻ ഖൽഖിൻ ജദീദ്, പുതിയ സൃഷ്ടിപ്പിന്റെ വിഷയത്തിൽ അഥവാ പുതുതായിട്ട് സൃഷ്ടിക്കുമെന്നുള്ള വിഷയത്തിൽ അവർ ശക്കിലാണ്. ഐ ശക്കിൻ വഖ്തിലാത്തിൻ, അവർ കൺഫ്യൂഷനിലാണ്, അവർ സംശയത്തിലാണ്, അവർ അതിലൊരു കൃത്യമായ ധാരണ അവർക്ക് കിട്ടുന്നില്ല. പുതുതായിട്ട് വീണ്ടും സൃഷ്ടിയെ കൊണ്ടുവരുമെന്നുള്ളതിൽ അവർ കൺഫ്യൂഷനിലാണ് എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്. ഒരു ചോദ്യ രൂപത്തിലാണ് അല്ലാഹു തആല അത് ചോദിച്ചിട്ടുള്ളത്. അഫഅയിന ബിൽ ഖൽഖിൽ അവ്വൽ, ആദ്യത്തെ സൃഷ്ടിപ്പിന് ശേഷം നാം ഈ അവസ്ഥയിലായോ, എന്ത് ചെയ്യണമെന്ന് അറിയാത്തതിലായിട്ടുണ്ടോ. ബൽഹും ഫീ ലബ്സിൻ മിൻ ഖൽഖിൻ ജദീദ്, പക്ഷേ അവരെന്താണ്, അവർ സംശയത്തിലാണ്, എന്താവും ഇനി അടുത്തത് എന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ അവർ സംശയത്തിലാണ്, അവർ ശക്കിലാണ് എന്നുള്ളതാണ് പറയുന്നത്. ആ പുനരുദ്ധാനെ സംബന്ധിച്ച് അവർ സംശയത്തിലാണ് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അടുത്ത ആയത്തുകൾ മറ്റൊരു വിഷയത്തിലേക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കടക്കുന്നത്. വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട, മനുഷ്യന്റെ മരണത്തെക്കുറിച്ചും പരലോകത്തെക്കുറിച്ചും വിചാരണയെക്കുറിച്ചും അവിടെ വിജയിക്കുന്ന ആളുകളെക്കുറിച്ചും അതുപോലുള്ള കാര്യങ്ങളാണ് ചർച്ച. അത് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ദർസിൽ എടുക്കാം. സമയമുണ്ട്, പക്ഷെ എനിക്ക് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ്. പിന്നെ അടുത്ത ദർസിൽ നമുക്ക് ആ ഭാഗം എടുക്കാം. അപ്പൊ ഈ ആയത്തുകൾ അഥവാ 12 മുതൽ ഈ 15 വരെയുള്ള ആയത്തുകൾ മുൻകഴിഞ്ഞു പോയ സമൂഹത്തിലെ ആളുകൾ അവർ കളവാക്കിയതിനെ സംബന്ധിച്ചും അവർക്ക് സംബന്ധിച്ച ശിക്ഷയെ സംബന്ധിച്ചും പറഞ്ഞുകൊണ്ട് ഇനിയും അവർ പുനരുദ്ധാനത്തിൽ വിശ്വസിക്കുന്നില്ലേ എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നടത്തുന്നത്. ഇൻഷാ അല്ലാഹ് ഈ ആയത്തുകളുടെ തഫ്സീറുകളെല്ലാം നമ്മൾ കേട്ട് കഴിഞ്ഞാൽ വേറെ തഫ്സീറുകൾ നിങ്ങൾക്ക് വായിക്കാം, പഠിക്കാം, അതുപോലെ കാര്യങ്ങളൊക്കെ ചെയ്യാം. പിന്നീട് ഓതുമ്പോൾ ഈ തഫ്സീർ എപ്പോഴും ഓർക്കുക. ഒരു വട്ടം തഫ്സീർ കേട്ടു എന്ന് വിചാരിച്ചിട്ട് നമുക്ക് ഒരിക്കലും ഓർമ്മ ഉണ്ടാവില്ല. നമ്മളൊരു തഫ്സീർ ഇപ്പൊ ഏതെങ്കിലും സൂറത്തിന് തഫ്സീർ ദർസ് വായിക്കുകയോ കേൾക്കുകയോ നിങ്ങൾ ചെയ്തു വിചാരിക്കുക. പക്ഷെ കുറെ കാലങ്ങൾക്ക് ശേഷം വീണ്ടും എന്ത് ചെയ്യും, ഖുർആൻ ഓതുമ്പോൾ അത് ഓർമ്മ വന്നോളുന്നില്ല. അപ്പൊ അത് ഓർത്തെടുക്കാൻ ശ്രമിക്കുക. ഖുർആൻ ഓതുമ്പോൾ അത് ഓർത്തെടുക്കാൻ ശ്രമിച്ചാൽ വളരെ ഉപകാരപ്രദമാകും. അതുപോലെ ഈ ഖാഫ് മുതലുള്ള സൂറത്തുകൾ അങ്ങോട്ട് നാസ് വരെ ഹിഫ്ളാക്കുന്നത് വളരെ ഉപകാരപ്രദമായിട്ടുള്ള കാര്യമാണ്. ഏകദേശം 5 ജുസോളം വരും. ഖാഫ് ഹുജറാത്ത് വരെയൊക്കെ 5 ജുസോളം വരുന്നുണ്ട്. അത്രയും 3 മുഫസ്സലായ സൂറത്തുകളാണ്. ആ സൂറത്തുകൾ ഹിഫ്ളാക്കുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ വളരെയധികം ഉപകരിക്കുന്നതാണ്. അപ്പോ ഈ ഒരു തഫ്സീറിന്റെ ദർസിനോടൊപ്പം ഒരാഴ്ചയിലെ ഒരു ദർസിൽ 5 ആയത്തുകൾ നമുക്ക് മാക്സിമം എടുക്കുക. 5 ആയത്തുകൾ ഒരാഴ്ചയിൽ പഠിച്ചു കഴിഞ്ഞാൽ ഒരു മാസത്തിൽ 20 ആയത്തുകൾ നമുക്ക് ഹിഫ്ളാക്കാൻ സാധിക്കും. ഒരു മാസത്തിൽ 20 ആയത്തുകൾ കിട്ടും. അങ്ങനെ ഒരു വർഷത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കി എത്ര ആയത്തുകളാവും. അപ്പോൾ അത് ഒരുപാട് സൂറത്തുകൾ
ഈ ഒരു തഫ്സീർ ദർസിനോടൊപ്പം തന്നെ വിചാരിച്ചാൽ നമുക്ക് എളുപ്പത്തിൽ സാധിക്കും. ആഴ്ചയിൽ 5 ആയത്ത് പഠിച്ചാൽ മതി, എളുപ്പമാണ്. പിന്നെ ഈ സുഹൃത്തുക്കൾ, ഇനി വരുന്ന സുഹൃത്തുക്കൾ ആയത്തുകൾ വലിയ ദൈർഘ്യമില്ലാത്ത ചെറിയ ചെറിയ ആയത്തുകളാണ്, പഠിക്കാൻ എളുപ്പമുള്ളതാണ്. നമ്മൾ ഒരുപാട് കേട്ടും ഓതിയും പരിചയമുള്ളതും ആയിരിക്കും. അപ്പോൾ അവർ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. അത് തുടക്കത്തിൽ പറയണം വിചാരിച്ചാണ്, ഞാൻ വിട്ടുപോയതുകൊണ്ടാണ് ഇപ്പോൾ ഓർമ്മപ്പെടുത്തിയത്. ഖാഫ് മുതലുള്ള സൂറത്തുകൾ ഹിഫ്ളാക്കുന്നതും വളരെയധികം ഉപകരിക്കുന്ന, കാരണം നിസ്കാരത്തിൽ ഓതുമ്പോൾ സുന്നത്തായ നിസ്കാരങ്ങളിലും രാത്രി നിസ്കാരങ്ങളിലാണെങ്കിലും എപ്പോഴാണെങ്കിലും ചിന്തിക്കാൻ സാധിക്കുന്ന, നമ്മ എപ്പോഴും പരലോക ചിന്തയിൽ ഉറപ്പിച്ചു നിർത്തുന്ന കാര്യമായിരിക്കും, എപ്പോഴും പരലോകത്തെ ഓർമ്മപ്പെടുത്തി നിർത്തുന്ന കാര്യമായിരിക്കും ഈ സൂറത്തുകൾ പഠിക്കുക എന്നുള്ളത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സുബ്ഹാനല്ലാഹി വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.